മുത്തുനബി തങ്ങളുടെ പരിശുദ്ധമായ പ്രകാശം കിട്ടിയ രണ്ട് സ്വഹാബിമാരുണ്ട്. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹും അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച സംഭവമാണത്. സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച സംഭവം. രണ്ട് സ്വഹാബിമാർ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഫീ ലൈലത്തിൻ ദുൽമാ, നല്ല ഇരുട്ടുള്ള ഒരു രാത്രിയിൽ നബി തങ്ങളുടെ കൂടെ ഇരുന്ന് അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നല്ല ഇരുടുള്ള രാവ്, വീട്ടിലേക്ക് പോവാൻ വെളിച്ചമില്ല. 1400 കൊല്ലം മുമ്പത്തെ മക്കയും മദീനയും ഒന്ന് ഓർത്തു നോക്കുക. 1400 കൊല്ലം മുമ്പ്, അധികം പഴക്കൊന്നുമില്ലല്ലോ. നമ്മളൊക്കെ ചരിത്രം രേഖപ്പെടുത്തപ്പെടാൻ തുടങ്ങിയ കാലം മുതൽ അല്ലേ, AD 8-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ട് ഇസ്ലാമിന്റെ ഏറ്റവും നല്ല സുവർണ കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയ നൂറ്റാണ്ട്. നമ്മിൽ നിന്നും വലിയ അകലത്തൊന്നുമല്ല. BC 10,000 20,000 ഒന്നല്ലല്ലോ. ശിലായുഗമോ കോപ്പർ യുഗമോ ഒന്നല്ലല്ലോ. 1400 കൊല്ലം മുമ്പ് ഹബീബായ നബി തങ്ങളുടെ സദസ്സിൽ നിന്നും ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹും അബ്ബാദ് ഇബ്നു ബിശ്ർ എന്ന രണ്ട് സ്വഹാബിമാർ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കാര്യങ്ങൾ കേട്ടു പഠിച്ചിട്ട് വീട്ടിലേക്ക് രാത്രി തിരിച്ചു പോകുന്നു. കയ്യിൽ വിളക്കില്ല. അദാഅതു ലഹുമാ അസ്വാ അഹദിഹിമാ, രണ്ടാളിൽ ഒരാളിന്റെ കയ്യിലുള്ള വടി അതിശക്തമായി പ്രകാശിക്കാൻ തുടങ്ങി. ആ വടിയുടെ പ്രകാശത്തിലാണ് അബ്ബാദ് ഇബ്നു ബിശ്ർ എന്നവരും മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു ഒരുപാട് ദൂരം നടന്നു പോയത്. അവരുടെ കയ്യിലുള്ള വടി പ്രകാശിച്ചപ്പോഴാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്നാണ് ഈ പോകുന്നത്. ഈ ചരിത്രം ഇമാം ബുഖാരിയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ആ പ്രകാശം എവിടെ നിന്ന് കിട്ടി? ഖദ് ജാഅകും മിനല്ലാഹി നൂർ, നിങ്ങൾക്കിതാ പ്രകാശം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഹബീബിന്റെ പ്രകാശത്തിൽ നിന്നും കിട്ടിയ ഒരു പ്രകാശധാര. രണ്ടുപേരും ഒരുമിച്ച് നടക്കുമ്പോൾ ഒരാളുടെ വഴിയാണ് പ്രകാശിക്കുന്നത്. രണ്ടുപേരും രണ്ട് വഴിയിലേക്ക് മാറാൻ പോവുകയാണ്. ആ സമയത്ത് ഓരോരുത്തരുടെയും വടി പ്രകാശിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ വീടുകളിലേക്ക് എത്തിച്ചേരുന്നത്. ഹബീബിന്റെ കൂടെ ഇരുന്ന് പോയവർക്ക് അവരുടെ കയ്യിലുള്ള വടി പോലും പ്രകാശധാര അവരുടെ കൈകളിലേക്ക് ഒഴുകുകയാണ്. സ്വഹാബത്തിന്റെ കറാമത്തുകളാണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുമാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു സ്വഹാബി തുഫൈൽ ഇബ്നു അംർ അദ്-ദൗസി റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ ദൗസി എന്ന് പറയുന്ന കുടുംബ പരമ്പര ഒന്നാകെ, എന്റെ കുടുംബക്കാരൊന്നാകെ ഇസ്ലാമിലേക്ക് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം ഇസ്ലാം പഠിച്ചു. മുത്തുനബി തങ്ങളെ മനസ്സിലാക്കി. ഇത് അല്ലാഹുവിന്റെ ദൂതരാണെന്ന് ഉറപ്പ് കിട്ടി. ആ പ്രവാചകരെ കണ്ട് പഠിച്ച ഉസൈദ് മഹാനായ തുഫൈൽ ഇബ്നു അംർ അദ്-ദൗസി റളിയല്ലാഹു അൻഹു, തുഫൈൽ റളിയല്ലാഹു അൻഹു, അംർ എന്നവരുടെ മകൻ തുഫൈൽ, ദൗസ് ഗോത്രക്കാരനായവർ, അതാണ് തുഫൈൽ ഇബ്നു അംർ അദ്-ദൗസി റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയേ ഇബ്അസ്നി ഇലൈഹിം വജ്അൽ ലീ ആയ, നബിയെ ഞാൻ എന്റെ നാട്ടുകാരെ, എന്റെ കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ്. അതിനെനിക്കൊരു അടയാളം തരണം നബിയെ, അതിനെനിക്കൊരു ദൃഷ്ടാന്തം തരണം നബിയെ. ഞാൻ സത്യദീൻ സ്വീകരിച്ചു, ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാൻ ഒരു അത്ഭുതം എന്റെ കയ്യിൽ അങ്ങ് തരണം. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുക്കുകയാണ്. തുഫൈലെ പോയിക്കോളൂ, അല്ലാഹുമ്മ നവ്വിർ ലഹ്, അല്ലാഹുവേ തുഫൈലിന് പ്രകാശം കൊടുക്കണേ റബ്ബേ, അല്ലാഹുമ്മ നവ്വിർ ലഹു, തുഫൈലിന് പ്രകാശം കൊടുക്കണേ റബ്ബേ. തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ നെറ്റിയിൽ നിന്ന് അതിശക്തമായ പ്രകാശം കടന്നു വരുന്നു. അതിശക്തമായ പ്രകാശം, മനോഹരമായ പ്രകാശം രണ്ട് കണ്ണുകൾക്കിടയിൽ നിന്ന്. തുഫൈൽ എന്നവർ പേടിച്ചു പോയി, റബ്ബേ ഇത് കാണുമ്പോൾ ആളുകൾ എനിക്കൊരു ശിക്ഷ കിട്ടിയതാണോ എന്ന് വിചാരിക്കുമോ? അദ്ദേഹം പറഞ്ഞു അല്ലാഹുവിനോട്, യാ റബ്ബി, അല്ലാഹുവേ അഖാഫു അൻ യഖൂലൂ മുസ്ല,
പടച്ചവനെ, എന്റെ നെറ്റിയിൽ ഇങ്ങനെ പ്രകാശം കാണുമ്പോൾ ആളുകൾ പറയും ഇവനെന്തോ ശാപം തട്ടിയതാണെന്ന് പറയും. അതുകൊണ്ട് റബ്ബേ, എന്റെ നെറ്റിയിൽ നിന്ന് ഈ പ്രകാശം ഒന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ ചാട്ടവാറിന്റെ അഗ്രഭാഗം വെട്ടിത്തിളങ്ങുമായിരുന്നു. മൂസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ മുഅ്ജിസത്ത് പോലെ, മൂസ നബിയുടെ മിറക്കിൾ, മൂസ നബിയുടെ മുഅ്ജിസത്ത്